നമുക്കിന്ന് ഫ്രഷ് ആയിട്ട് 8th 4th ചാപ്റ്റർ പഠിച്ചാലോ. അപ്പൊ നമ്മുടെ ചാപ്റ്റർ ഏതാണ്? വൈ ക്ലാസിഫിക്കേഷൻ, അല്ലെങ്കിൽ തരംതിരിക്കുന്നത് എന്തിന്. അപ്പൊ നിങ്ങൾ നോക്കി, ഇവിടെ ഒരുപാട് മൃഗങ്ങളൊക്കെ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്താ ഈ മൃഗങ്ങളെല്ലാം ഒരേപോലെയാണ് ഇരിക്കുന്നത്? അല്ലല്ലോ, ഓരോ മൃഗത്തിനും ചില വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ ചില മൃഗങ്ങൾക്കൊക്കെ ചില സിമിലാരിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പൊ എന്തിനാണ് ഈ ക്ലാസിഫിക്കേഷൻ, എന്താ ക്ലാസിഫിക്കേഷൻ എന്നൊക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പൊ എന്താണ് ചാപ്റ്ററിൽ ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ എന്താ, നിങ്ങൾക്ക് ഇപ്പൊ കുറെ ചോക്ലേറ്റ്സ് ഒരുമിച്ചിട്ട് ഇതേപോലെ പല ടൈപ്പ് ചോക്ലേറ്റ്സ്, പല നിറങ്ങളിലുള്ള ചോക്ലേറ്റ്സ്, പല ഷേപ്പിലുള്ള ചോക്ലേറ്റ്സ് ഒക്കെ കിട്ടി. അപ്പൊ നിങ്ങൾക്ക് ചിലർക്കെങ്കിലും ചില ഹോബീസ് ഉണ്ട്. ഇങ്ങനെ ഒരുമിച്ചൊക്കെ കിട്ടുമ്പോൾ നമുക്ക് വേറെ വേറെ ആക്കി പല പാത്രങ്ങളിൽ വേറെ വേറെ സെപ്പറേറ്റ് ചെയ്ത് വെക്കും. ചോക്ലേറ്റ്സ് ഒക്കെ ഒരുപാട് ഒരേപോലത്തെ ഡിഫറെന്റ് ആയിട്ടുള്ളതും ഒരേപോലത്തെ ഒക്കെ ഒരുമിച്ച് കിട്ടുമ്പോൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെക്കും. അപ്പൊ എന്ത് ചെയ്യും, ഇവിടെ നോക്കുക, നമ്മളിവിടെ എന്താണ് ആ കിട്ടിയിട്ടുള്ള ചോക്ലേറ്റ്സിനൊക്കെ കളറിന്റെ ബേസിൽ, അതേപോലെ എന്താണ് ഷേപ്പിന്റെ ബേസിലൊക്കെ ഡിഫറെന്റ് ആക്കി വെച്ചു. എന്താണ്, നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള ചോക്ലേറ്റ് ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതേപോലെ നമ്മളെ ജീവജാലങ്ങളെ ഡിഫറെന്റ് കാറ്റഗറീസ് ആയിട്ട് തരംതിരിക്കുന്നതിന്, അല്ലെങ്കിൽ വർഗീകരിക്കുന്നതിന്, ക്ലാസിഫൈ ചെയ്യുന്നതിന് പറ്റിയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പൊ ആദ്യം നമുക്കിതാ നമ്മുടെ ടെക്സ്റ്റിൽ കുറെ ജീവികളെ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഡ്രാഗൺ ഫ്ലൈ ഉണ്ട്, സ്പൈഡർ ഉണ്ട്, അതേപോലെ തന്നെ നമ്മളെ ചീവിയുടെ പുൽച്ചാടി ഉണ്ട്, ബട്ടർഫ്ലൈ ഉണ്ട്, സ്നെയിൽ ഉണ്ട്, ഈച്ച, ഇതൊക്കെ ഉണ്ട്. ഇതിനൊക്കെ നമുക്ക് എന്താണ് ക്ലാസിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ തരംതിരിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? ആദ്യം തന്നെ നോക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത്? ഇതിൽ കുറെ എണ്ണത്തിന് എന്താണ് ചിറകുണ്ട്, കുറെ എണ്ണത്തിന് ചിറകില്ല. അപ്പൊ ആദ്യം നമ്മുടെ എന്ത് ചെയ്തു? ചിറകുള്ളത് ഇല്ലാത്തത്, അല്ലെങ്കിൽ വിങ്സ് ഉള്ളത് വിങ്സ് ഇല്ലാത്തത് എന്ന് പറഞ്ഞിട്ട് ഇതിനെ സെപ്പറേറ്റ് ചെയ്തു. അപ്പൊ എന്താണ്, നമ്മുടെ സ്നെയിലും സ്പൈഡറും ഒക്കെ ഔട്ടായി ഈ ഗ്രൂപ്പിൽ നിന്ന്. പിന്നെ ബാക്കിയുള്ളവ എന്ത് ചെയ്തു? നമ്പർ ഓഫ് വിങ്സിന്റെ എണ്ണത്തിനനുസരിച്ച് പിന്നെ സെപ്പറേറ്റ് ചെയ്തു. അപ്പൊ എന്താണ്, നമ്മുടെ ഈച്ചയും ഔട്ടായി പെയർ ഓഫ് വിങ്സിന്റെ ബേസിലാക്കുമ്പോൾ. പിന്നെ എന്താണ്, പെക്യുലാരിറ്റി ഓഫ് ലെഗ്സ്. അപ്പൊ നോക്കുക, നമ്മുടെ എന്താണ് പുൽച്ചാടി, അതേപോലെ തന്നെ എന്താണ് ബട്ടർഫ്ലൈ, ഡ്രാഗൺ ഫ്ലൈ, എല്ലാത്തിനും ഒരേപോലെ ലെങ്ത് ഉള്ള എന്താണ് ലെഗ്സ് ആണോ? അല്ലല്ലോ, പുൽച്ചാടിക്ക് ഡിഫറെന്റ് ലെങ്ത് ഉള്ള ലെഗ്സ് ആണുള്ളത്. അപ്പൊ എന്താണ്, പുൽച്ചാടിനെ ഈ ഗ്രൂപ്പിൽ നിന്ന് ഔട്ട് ചെയ്തു. പിന്നെ 2 ബാക്കി വന്നു. ഏതൊക്കെയാണ്? ഡ്രാഗൺ ഫ്ലൈസും അതേപോലെ തന്നെ ബട്ടർഫ്ലൈസും. അപ്പൊ ബട്ടർഫ്ലൈസിന്റെ എന്താണ് പെക്യുലാരിറ്റി നോക്ക്, എന്താണ് ചിറകിന്റെ ഉള്ളിലൂടെ നോക്കി നമുക്ക് അപ്പുറത്ത് കാണാൻ പറ്റില്ല. എന്താണ്, അതാര്യമായിട്ടുള്ള എന്താണ് ചിറകുകളാണ്. പക്ഷെ എന്താണ്, ഡ്രാഗൺ ഫ്ലൈയുടെ ചിറകുകൾ എന്താണ് സുതാര്യമാണ്, അല്ലെങ്കിൽ എന്താണ് ട്രാൻസ്പെറന്റ് ആണ്. അപ്പൊ ആ ഒരു ബേസിൽ എന്താണ് ഇതിനെ രണ്ടിനും സെപ്പറേറ്റ് ആയിട്ട് 2 ഗ്രൂപ്പ് ആക്കി മാറ്റി. അപ്പൊ ഇങ്ങനെ ഗ്രൂപ്പ് ആക്കുന്നതിന് എന്താണ് കീസ് ഉണ്ട്. ഒരുപാട് കീസ് അല്ലെങ്കിൽ സൂചകങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ ഇവിടെ ഗ്രൂപ്പ് ആക്കിയിട്ടുള്ളത്. ഈ ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ സൂചകങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. ഇതിന് 2 പോസിബിലിറ്റീസ് ആണുള്ളത്. അപ്പൊ 2 പോസിബിലിറ്റീസ് ഉള്ള സൂചകങ്ങളാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള സൂചകങ്ങൾക്ക് നമ്മൾ എന്താണ് ബയോളജിയിൽ ഒരു പേര് പറയും. അതാണ് ഏത്? നമ്മുടെ എന്താണ് ഡൈക്കോട്ടമസ് കീ. ഡൈക്കോട്ടമസ് എന്താണ്? ഡൈ എന്ന് പറഞ്ഞാൽ 2 ആണ്. എന്താണ്, 2 പോസിബിലിറ്റീസ് ഉള്ള സൂചകങ്ങൾ അല്ലെങ്കിൽ സൂചകങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള എന്താണ് തരംതിരിക്കലിന് എന്താണ് ഡൈക്കോട്ടമസ് കീ ഉപയോഗിച്ചുള്ള ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ തരംതിരിക്കൽ എന്ന് പറയും. അപ്പൊ എന്താണ് ഡെഫിനിഷൻ നോക്കാം. ടാക്സോണമിക് കീ ആർ സയന്റിഫിക് ഇൻഡിക്കേറ്റേഴ്സ് യൂസ്ഡ് ഫോർ ഐഡന്റിഫൈങ്, ക്ലാസിഫൈങ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടാക്സോണമിക് കീ ഈസ് ഡൈക്കോട്ടമസ് കീ. അപ്പൊ എന്താണ്, സസ്യ ജന്തുജാലങ്ങളെ തിരിച്ചറിഞ്ഞ് വർഗീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ശാസ്ത്രീയ സൂചകങ്ങളാണ് ടാക്സോണമിക് കീകൾ. ഏറ്റവും പ്രചാരത്തിലുള്ള ടാക്സോണമിക് കീകളിൽ ഒന്നാണ് ഡൈക്കോട്ടമസ് കീ. പിന്നെന്താണ് ഡൈക്കോട്ടമസ് കീയുടെ പ്രത്യേകത നമ്മൾ പറഞ്ഞത്? സൂചകങ്ങൾ അല്ലെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കും. ഈ ഇൻഡിക്കേറ്റേഴ്സ് എങ്ങനെയുള്ളതായിരിക്കണം? 2 പോസിബിലിറ്റീസ് ഉള്ള ഇൻഡിക്കേറ്റേഴ്സ് ആയിരിക്കണം, അല്ലെങ്കിൽ സൂചകങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുക. പിന്നെന്താണ്, നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചോ, ഇവിടെ ടാക്സോണമിക്ക് എന്താണ്? ഈ ടാക്സോണമി വർഗീകരണം, ക്ലാസിഫിക്കേഷൻ എന്താണ്? തരംതിരിക്കുക. ടാക്സോണമി എന്നുള്ള ഈ വേർഡ് നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്താണ് ഈ ടാക്സോണമി? അറിയോ? അറിയില്ല, നമുക്ക് പഠിക്കാം. എന്താണ് ടാക്സോണമി എന്ന് പറഞ്ഞാല് ബയോളജിയിൽ ഒരു ശാഖയാണ്, ഒരു ബ്രാഞ്ച് ആണ്. എന്തിനുള്ളത്? ടാക്സോണമി എന്ന് പറയുമ്പോൾ നമ്മൾ 3 കാര്യങ്ങൾ പറയണം. എന്തിന്? ഐഡന്റിഫൈ അല്ലെങ്കിൽ തിരിച്ചറിയുക. തിരിച്ചറിഞ്ഞാൽ മാത്രം മതിയോ? പോരാ. പിന്നെന്താണ്? ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യണം അല്ലെങ്കിൽ വർഗീകരിക്കണം. അപ്പൊ എന്താണ്? ക്ലാസിഫൈ അല്ലെങ്കിൽ വർഗീകരിക്കുക.
വർഗീകരിക്കുക. വർഗീകരിച്ചു കഴിഞ്ഞാൽ മാത്രം മതിയോ? നമ്മളൊരു പുതിയ സാധനത്തിനെ അല്ലെങ്കിൽ പുതിയ ഒരു ജീവിയെ അല്ലെങ്കിൽ പുതിയൊരു പ്ലാന്റിനെ ചെടിയെ കണ്ടുപിടിച്ചു കഴിഞ്ഞാല് എന്താണ് അതിനെ കണ്ടു നമ്മൾ തിരിച്ചറിഞ്ഞു എന്താണ് അത് ഏത് ഗ്രൂപ്പിലാ പെടുന്നതെന്ന് നമ്മൾ വർഗീകരിച്ചു കഴിഞ്ഞ് ചിലപ്പോ എന്താണ് നമ്മൾ പുതിയതായിട്ട് ഒരു സാധനത്തിനെ കാണുമ്പോൾ ചിലപ്പോൾ അത് ഇതുവരെ ആരും കണ്ടെത്തിയിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള സാധനത്തിന് നമ്മൾ പുതിയൊരു പേര് കൊടുക്കണം. അതിനെന്താ പറയാ, നെയിം ചെയ്യണം അല്ലെങ്കിൽ നാമകരണം ചെയ്യണം. അപ്പൊ ടാക്സോണമി എന്ന് പറഞ്ഞാല് നമ്മുടെ ബയോളജിയിൽ ഒരു ബ്രാഞ്ച് ആണ് എന്തിനുള്ളത്, തിരിച്ചറിയാനും വർഗീകരിക്കാനും അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യാനും അതേപോലെ തന്നെ സയന്റിഫിക് നെയിംസ് കൊടുക്കാൻ, നാമകരണം ചെയ്യുക, ശാസ്ത്രീയ നാമകരണം ചെയ്യാനുള്ള ഒരു ബ്രാഞ്ചിനെയാണ് നമ്മൾ ടാക്സോണമി എന്ന് പറയുന്നത്. നമുക്ക് അതിന്റെ ഡെഫിനിഷൻ നോക്കാം. എന്താണ് വർഗീകരണ ശാസ്ത്രം അല്ലെങ്കിൽ ടാക്സോണമി എന്ന് പറഞ്ഞാൽ? ജീവികളെ തിരിച്ചറിഞ്ഞ് സമാനതകളുടെയും വ്യത്യാസങ്ങളുടെയും അടിസ്ഥാനത്തിൽ തരംതിരിക്കുകയും ശാസ്ത്രീയമായി പേര് നൽകുകയും ചെയ്യുന്ന ശാസ്ത്രശാഖയാണ് വർഗീകരണ ശാസ്ത്രം. ടാക്സോണമി is the branch of biology that identify organisms, classify them on the basis of similarities and differences and name them scientifically. അപ്പൊ ശ്രദ്ധിക്കണം, ടാക്സോണമി എന്ന് പറയുമ്പോൾ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ മറക്കാതെ എഴുതണം. എന്താണ്? ഐഡന്റിഫൈ ചെയ്യണം, അതേപോലെ തന്നെ ക്ലാസിഫൈ ചെയ്യണം, അതേപോലെ എന്താണ് ഡിഫറൻസിന്റെയും സിമിലാരിറ്റിയും മനസ്സിലാക്കി ഐഡന്റിഫൈ ചെയ്ത് ക്ലാസിഫൈ ചെയ്ത് സയന്റിഫിക്കലി നെയിം ചെയ്യണം അല്ലെങ്കിൽ പേര് നൽകണം. വ്യത്യാസങ്ങളുടെ സമാനതകളുടെ അടിസ്ഥാനത്തിൽ ജീവികളെ തിരിച്ചറിയണം, തരംതിരിക്കണം, പേര് നൽകണം. ഈ ഒരു ശാസ്ത്രശാഖയാണ് നമ്മൾ ടാക്സോണമി എന്ന് പറയുന്നത്.